ഈ സിനിമയിലെ തുടരും സിനിമയിലെ മോഹൻലാലിന് പകരത്തിന് നിങ്ങൾ വേറെ ആരെ തിരഞ്ഞെടുക്കും? അന്വേഷിച്ച് നോക്കൂ. നമുക്ക് തൽക്കാലം അവിടെ മമ്മൂട്ടിയെ നമ്മുടെ മറ്റൊരു മഹാനടനായ മമ്മൂട്ടിയെ വെച്ച് നോക്കാം. മാറ്റി നിർത്തുന്നു അല്ലേ? പിന്നെ ആര്? സുരേഷ് ഗോപിയെ വെച്ചേക്കാം. അപ്പോൾ ചോദിക്കും, മമ്മൂട്ടിയെ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ സുരേഷ് ഗോപിയെ നിർത്തുകയാണ്, എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നുള്ളത്. നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. പ്രേംനസീർ ഒരു പ്രത്യേക നടനായ ഒരേ ടൈപ്പുള്ള നടനായിരുന്നു പറഞ്ഞ് നമ്മൾ വേണ്ടായതിനെ പോലെയുള്ള കഥാപാത്രത്തെ കൊടുത്ത് വൻ വിജയമാക്കിയില്ലേ? സുരേഷ് ഗോപിയും അങ്ങനെ നല്ല കഥാപാത്രം ചെയ്തില്ലേ? കൊടുക്കുന്നതിനനുസരിച്ച്. അത് എഴുത്തുകാരൻ്റെ തൂലികയുടെ ശക്തി, സംവിധായകൻ്റെ വ്യത്യസ്ത ശൈലി, ഇതൊക്കെ കൂടി ഒരു നടനെ വ്യത്യസ്തനാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഏത് നടനെയും എടുത്ത് മാറ്റി അവസാനം വീണ്ടും നമ്മൾ എടുത്തു വയ്ക്കുന്നത് മോഹൻലാലിനെ തന്നെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ റോള് മാത്രമല്ല പല റോളുകൾക്കും മോഹൻലാലിന് പകരക്കാരൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല എന്നുള്ളതാണ്.